വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൻ വിത്ത് ആനി. എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമായ ഒരു നമസ്തേ. ഇന്ന് ഐശ്വര്യമായിട്ട് ഞാനൊരു വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ ചെയ്യണേന്ന്. അത് എൻ്റെ മനസ്സിലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞേച്ചാണോ ആനി ഇനിയിപ്പോ വെജിറ്റേറിയൻ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് എനിക്ക് അങ്ങ് സമ്മതിച്ചു തരാൻ നോക്കുകയല്ല. കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ആനീസ് കിച്ചണില് ഗസ്റ്റും വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയൂ, ഗസ്റ്റിന് അത് വേണം, അത് നമ്മൾ കൺസിഡർ ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് വരുന്ന ഗസ്റ്റ് പൂർണ്ണമായ ഒരു വെജിറ്റേറിയൻ ആണ്. അപ്പൊ പിന്നെ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ കൊടുക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞതിന്റെ പേരില ആനി വെജിറ്റേറിയൻ ചെയ്യുന്നേ എന്ന് പറയുന്നതിൽ അവകാശപ്പെടുന്നില്ല ഞാൻ. പക്ഷേ വെജിറ്റേറിയനില് ഒരു നല്ല ഡിഷ് എന്നൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, അതൊരു നല്ലൊരു കാര്യമല്ല. അതൊക്കെ ദൈവം തമ്പുരാന്റെ അനുഗ്രഹമാണ്, അല്ലാതെ ഒന്നും നമ്മുടെ ആരുടെയും ക്രെഡിറ്റ് അല്ല. എന്താ പറയാ, ദേവി തരുന്ന ഒരു അനുഗ്രഹം മാത്രം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ ഹൈദരാബാദി ബിരിയാണി ചെയ്തു, ഹൈദരാബാദി ചിക്കൻ ചെയ്തിട്ടില്ല, അതിന് ചെയ്തു ഒരു പ്രാവശ്യം അത് ചെയ്തു. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി പനീറാണ്. ഇനിയിപ്പോ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് കുറച്ചൊരു മാറ്റം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാരും വിചാരിക്കരുത് ഇത് പൂർണ്ണമായിട്ടും ഹൈദരാബാദി പനീർ ഒത്തന്റിക് വേയിൽ തന്നെ ഞാൻ ചെയ്യുവാന്ന് വിചാരിക്കല്ല. കുറച്ചൊക്കെ ഞാൻ എൻ്റെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പനീർ ഹൈദരാബാദിയാണ്. അതിന് വേണ്ടി കുറേ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഒരു 4 സവാള, ഇതിപ്പോ ഒരു മുഴുത്ത ഒരു ക്യാരറ്റ് എടുത്തേക്കുന്നത്, ഒരു കുറച്ച് ഇഞ്ചി, ഇതൊന്നും ഇങ്ങനെ അരിയണ്ട, ഒരു കഷ്ണമായിട്ട് അരിഞ്ഞേച്ചാൽ മതി. പിന്നെ ഇച്ചിരി വഴറ്റാനുള്ളതുകൊണ്ടാണ് ഇച്ചിരി കുഞ്ഞായിട്ട് അരിയുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, ഇത് കുറച്ച് ജീരകമാ. ഏതാണെന്നറിയോ? നല്ല ജീരകം, അതായത് നമ്മൾ തോരനൊക്കെ അരയ്ക്കുവല്ലേ, ആ ജീരകമായത്. ഇനിയുള്ളത് നമ്മുടെ എല്ലാ സ്പൈസസും. അതേ നോക്കിയേ, ഇതിനകത്ത് പട്ടയുടെ ഇലയുണ്ട്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം തനിയെ ഉള്ളതാണ്. പിന്നെ വേണ്ടിയത് അധികം പുളിയില്ലാത്ത ഇച്ചിരി തൈര്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി തീരാറായി പൊടിച്ചു വെക്കണം. പിന്നെ വേണ്ടിയതാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് കുറച്ച് ചിക്കൻ മസാലയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് നല്ല ഫ്രഷ് ക്രീം. ഇനി വേണ്ടിയത് കുറച്ച് പനീർക്ക് അറിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് പനീർ, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾക്ക് കേരളത്തിൽ എല്ലാവരും വെളിച്ചെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും. അപ്പൊ പൊതുവെ നോർത്തിലോട്ട് എല്ലാവരും കടുകെണ്ണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഷ്ടമാണെന്നേലും അത് ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും നല്ലത് ഉപയോഗിക്കാം. അതൊരിച്ചിരി ഒഴിച്ച് വെച്ച്, ഇച്ചിരി നേരായിട്ട് ഒഴിക്കുന്ന വിചാരിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഒത്തിരി അങ്ങ് ഒഴിക്കുകയല്ല. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത്, അതായത് കുറച്ച് ഈ പച്ചക്കറി എല്ലാം സോട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രേവി ആക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉള്ളി, ഇതൊരു 4 മീഡിയം സൈസ് ഉള്ളി കാണുവേ. ഉള്ളിയൊക്കെ ഒത്തിരി വാടി അങ്ങ് മൊരിയോ അങ്ങനെയൊന്നുമില്ല, കുറച്ചൊന്ന് വേവുക എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. കുറച്ചൊരു ട്രാൻസ്ലൂസൻറ്റ് എന്നൊക്കെ പറയില്ല, അത്രേ ഉള്ളൂ. അതൊന്ന് അരച്ചെടുത്തേച്ച് പിന്നെ നമ്മൾ ഒന്നുകൂടെ വഴറ്റണം, അപ്പത്തേക്കും അതൊന്ന് വെന്തോളും. അപ്പൊ ഇപ്പൊ അത്രയും വേണ്ട, ഒരു ഇച്ചിരി മതി. ഇതൊരിച്ചിരി പെട്ടെന്ന് വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പക്ഷെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രേവി ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം ഇതിന്റെ ഉപ്പ് കൂടാതിരിക്കാൻ. ഒരുപാട് ഇടുന്നില്ല, ഇച്ചിരി ഇടുന്നുള്ളൂ. കാര്യം എനിക്ക് രണ്ടാമത് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഇടാനുള്ള ചേരുവകളിലൊക്കെ ചിലപ്പം ഇച്ചിരി ഉപ്പുണ്ട്. അതായത് വേറെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, രണ്ടാമത് നമ്മൾ ചേർക്കുമ്പോൾ ഇച്ചിരി ബട്ടർ ഇട്ടായിരിക്കും അതിന്റെ ഗ്രേവി ചെയ്യുന്നത്. അന്നേരം ഈ ബട്ടർ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്നാന്നറിയാം, എല്ലാവരും വിചാരിക്കും ഏത് നേരം ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ചീസ് അല്ലെങ്കിൽ കുറെ എണ്ണ വാരി ഒഴിക്കുമെന്ന്. അങ്ങനെ ചിന്തിക്കരുത്. കാര്യം ബട്ടറിനുള്ള ടേസ്റ്റ് ഏറ്റവും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം,
ബട്ടറും നെയ്യും എപ്പോഴും സേഫ് ആയിട്ടുള്ള ഫാറ്റാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ഇപ്പൊ ഉള്ളി ഇച്ചിരി വാടി. ഇതിനകത്തോട്ട് ഞാൻ ഈ ക്യാരറ്റ് ഇടുക. ക്യാരറ്റ് നമ്മൾ വാട്ടിയാൽ മതിയേ. അതായത് ഇത് വേവാൻ അങ്ങനെയില്ല, പക്ഷെ എന്നാലും ഒരു ആവി കയറുമ്പം അതിനും ഒരു ചെറിയ വേവുണ്ട്. ആ ഒരു വേവ് മതി. ഇതിന്റെ ഒക്കെ ഒരു പച്ചച്ചൊവ ഒരുമിച്ച് മാറാനാണേൽ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടേക്കണം. ഇത് കുറച്ച് ഇഞ്ചിയാ, ഇത് കുറച്ച് വെളുത്തുള്ളി. ഈ കുറച്ചെന്ന് പറയുമ്പോഴത്തേനും ഒരു ചെറുതാണെങ്കിൽ ഒരു ഇതേ ഞാൻ ഇപ്പം ഇടുന്ന ഇത്രയും പോകുന്ന ചെറിയ ഉള്ളിയാ, അതൊരു 10 എണ്ണം ഇട്ടേക്കണം കേട്ടോ. അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഇതേപോലത്തെ ഒരു 4 എണ്ണം മതിയാവും. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് കുറച്ച് പച്ചമുളക്. അത് എരിവ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമ്മുടെ ഓരോരുത്തരുടെ എരിവാ. ചില പച്ചമുളക് ആണെങ്കിൽ ഭയങ്കര എരിവാ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് 1 2 3 4 5. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാലോ, അല്ല ഒന്നുകൂടി ഇട്ടേക്കാലോ ഒരു ചെറുത്. ഓക്കെ, ഇതിന്റെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയാ, നമ്മുടെ പച്ചക്കറിക്കായാലും പച്ചമുളകിനായാലും എന്നതിനാണേലും ഒരു റോ ടേസ്റ്റ് ഉണ്ട്. ആ ഒരു റോ ടേസ്റ്റ് പൂർണ്ണമായി പോണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒന്ന് പോണം. ഇനി വേറൊരു കാര്യമുണ്ട്, നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പനീർ വറുത്തിടാം. അത് ഞാൻ പറയുന്ന ഒരു നമ്മുടെ വീട്ടിൽ എല്ലാ ജനറേഷനിലും ആൾക്കാരുണ്ടാവും. ഞാൻ എപ്പോഴും അവരെയും കൂടെ പ്രിഫർ ചെയ്യും. കാര്യം വയസ്സെന്നവരുണ്ട്, അവർക്ക് കൊതിയുണ്ട്, അവർക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും പുതിയ പുതിയ ഐറ്റം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം, എണ്ണ ഉണ്ടാക്കുമ്പോൾ അവർക്കും കഴിക്കാൻ പറ്റുന്ന പോലെ ചെയ്യുക. അപ്പൊ നമ്മൾ അഥവാ പനീർ ഒരു ഇച്ചിരി മൂപ്പിച്ചിടുവാന്ന് വെച്ചോ, ഫ്രൈ ചെയ്തിടുവാന്ന് വെച്ചോ, കുറച്ച് ഹാർഡായി പോകും. ഹാർഡായി പോയാൽ ചിലർക്ക് പനീർ വറുത്ത പനീറാണ് ഇഷ്ടം. അപ്പൊ എന്നാ ചെയ്യും, തിരിച്ച് പിന്നെയും ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ അത് സോഫ്റ്റ് ആവും. അതിനെക്കാട്ടിലും ഞാൻ വിചാരിക്കുന്നത് പനീർ അങ്ങനെ വറുത്തിടാതെ അല്ലാതെ തന്നെ നമുക്ക് ഇട്ടാൽ അത് സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ ഗ്രേവിന്റെ ആ ഒരു ടേസ്റ്റ് പനീറിലേക്ക് അബ്സോർബ് ചെയ്യാനും എളുപ്പമാണ്. വേണ്ട, ഈ പച്ചക്കറി എല്ലാം ഇത്രയും വാടിയാൽ മതി. ഇത് വാടി കഴിഞ്ഞിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് അന്നേരം തന്നെ അരയ്ക്കരുത്, എങ്കിൽ നമ്മുടെ അടുക്കളയിലെല്ലാം മൊത്തം പണിയായി മാറും. അതിനെക്കാട്ടിലും നല്ലത് തൽക്കാലം ഞാൻ മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയേച്ച് ഞാൻ അരച്ചേച്ച് രണ്ടാമത് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താന്ന് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ചൂടിച്ചിരി ഒന്ന് മാറിയപ്പോഴത്തേന് ഞാനൊന്ന് അരച്ചു തുടങ്ങി. എന്നാലും ഇച്ചിരിയും കൂടെ ഒന്ന് അരച്ചോട്ടെ. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബട്ടർ ഇടാൻ പോവാ. ഇതിന്റെ കൂടെ തന്നെ എണ്ണയും കൂടെ ഒഴിക്കാൻ പോവാണേ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ സോട്ട് ചെയ്തേച്ച് വഴറ്റിയെല്ലാം അരച്ചെടുത്തില്ലേ, അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് ഒന്ന് അരയ്ക്കാമെങ്കിൽ അതും നല്ലതാണ്. ഇനി ഇതിന് തീ ഒന്നിരിച്ചിരി കുറച്ച് വെച്ച് ഒരു ഇച്ചിരി ജീരകം. നോർത്തിലൊക്കെ ജീരകത്തിന് നല്ല ഫ്ലേവർ കൊടുക്കാറുണ്ട്, നിറച്ചിടാറുണ്ട്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇട്ടേച്ചാൽ മതി. പിന്നെ ഈ സ്പൈസസ് എല്ലാം ഒരു പട്ടയുടെ ഇലയോ 2 പട്ടയുടെ ഇലയോ, പച്ചയാണെങ്കിലും ഉണക്കയാണെങ്കിലും 2 എണ്ണം മതി. പിന്നെ ഈ പട്ട ചേർക്കുമ്പോൾ മാത്രം അത് നോക്കുക, കനമില്ലാത്തതാണെങ്കിൽ ഒരു 2 കഷ്ണം ചേർക്കാം, കനമുള്ളതാണെങ്കിൽ ഒരു ശകലേ ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പട്ടയുടെ ചുവ വരും. പിന്നെ കുറച്ച് ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു. ഓക്കെ, ഇതൊന്ന് ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ മസാല പേസ്റ്റ് ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഒന്ന് ചേർക്കാം. നല്ല കളറാണ് അതല്ലേ.
ചൂടുള്ളതുകൊണ്ടാ ഒത്തിരി എനിക്ക് അങ്ങോട്ട് ഇതിനകത്തോട്ട് ഇടാനൊക്കാത്തത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച് ഇതിനകത്തോട്ട് ചേർക്കാവേ. ഇനി ഇതിൻ്റെ ഇതിനും ഒരു കുക്കിംഗ് ടൈം ഉണ്ട്. അത് നമ്മൾ വാട്ടിയെടുത്തതാ, പക്ഷെ എന്നാലും അതിനും ഒരു കുക്കിംഗ് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു പച്ച ചുവ കാണും. അതെനിക്ക് ഇഷ്ടമല്ല. അന്നേരം ഞാൻ അതിനും കൂടെ ഒരിച്ചിരി നേരം കൊടുക്കുക. അതുകൊണ്ട് അതൊരിച്ചിരി നേരം ഒന്നായി നമ്മൾ ഒഴിച്ച എണ്ണയും ആ ഒരു ബട്ടറിൻ്റെയും ആ ഒരു എന്താ പറയുക എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേത് വരെ ഇതിനെ ഒന്ന് ഇളക്കുക. ഇളക്കുന്ന സമയത്ത് നല്ലോണം തെറിക്കും, സൂക്ഷിക്കുക. അടച്ചു വെച്ചേച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് പറ്റിച്ചെടുത്തേച്ചാൽ മതി. നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു ബട്ടറും എണ്ണയും തെളിഞ്ഞു വന്നോ എന്ന് ചോദിച്ചാൽ അടപ്പ് തുറക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ എൻ്റെ ബലമായ വിശ്വാസം ഇതുവരെ തെളിഞ്ഞു കാണത്തില്ല. കാര്യം ഇതിനകത്ത് നമ്മളൊരു എന്താ പറയുക ഒരു കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കുറച്ച് തൈര് ചേർക്കണം. അപ്പം അതുകൊണ്ട് എന്തായാലും തുറക്കാൻ പോവുക. ആയി വരുന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് വലിയ പുളിയില്ലാത്ത തൈരാ വേണ്ടേ. ഒരു 2 സ്പൂൺ തൈര്. ഇതിൻ്റെ വെള്ളവും നല്ലോണം ഒന്ന് പറ്റണം. പക്ഷെ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പിന്നെ എന്താ നേരത്തെ അതിൻ്റെ കൂടെ ചേർക്കാത്തതെന്ന്. പക്ഷെ നമ്മൾ ഈ എന്താ പറയുക ഉള്ളിയും ക്യാരറ്റും ഇതൊന്നും വെന്തില്ലായിരുന്നല്ലോ, ഒന്ന് വാട്ടിയെടുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ ഒന്ന് വേവാനായിട്ട് വിടണം. പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ ഹൈദരാബാദി പനീർ കറി ബേസിക്കലി ഗ്രീൻ കളറാണെന്നല്ലേ. അതെന്തെന്നറിയോ, സത്യം പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് അദ്ദേഹം അങ്ങ് 2 സൈഡിലും അങ്ങ് അറ്റത്തിരുന്നുകൊണ്ട് ഞാൻ ഇട്ട് വാട്ടാനായിട്ട് അതങ്ങ് മറന്നുപോയി. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ അത് മിസ്റ്റേക്കാണ്. ഇഷ്ടമാണെങ്കിൽ അത് അതിനൊരു ഗ്രീൻ കളറല്ലേ വരുന്നത്, അതുകൊണ്ട് അത് ചേർക്കാം. ഇനിയിപ്പോൾ അത് എന്നെ പോലെ ഇങ്ങനെ മറന്നുപോയി എന്ന് വിചാരിച്ചോളൂ. അതിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അരിഞ്ഞിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ടിയേച്ച് അരച്ച് ചേർത്താലും മതി. അപ്പം അതിന് ആ ഒരു ഗ്രീൻ കളർ വരും. ആ ഒരു ഗ്രീൻ എഫക്റ്റ് വരാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ ആ മല്ലിയിലയും പുതിനായിലയും ഒന്ന് വാട്ടിയേച്ച് അരച്ച് ചേർക്കാത്തതുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ പറയത്തില്ലേ നമ്മളിപ്പോ ഒരു സാധനം ഒരു കറി ഉണ്ടാക്കുക ഹൈദരാബാദി, ഫോർ എക്സാമ്പിൾ ഹൈദരാബാദി തന്നെ. ഹൈദരാബാദി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും പെട്ടെന്ന് കയറുന്ന ഒരു ഗ്രീൻ കളറാണ്. അത് ചിക്കൻ ആയാലും പനീറായാലും എല്ലാം ആയാലും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, ഇപ്പൊ ഒന്ന് ഇച്ചിരി വാട്ടി ഇതിൻ്റെ കൂടെ അരച്ച് ഞാൻ ചേർക്കാം. ഇതിൻ്റെ വെള്ളം ഇങ്ങനെ പറ്റി വരുന്നേ ഉള്ളൂ. ആ വെള്ളം പറ്റുന്നിടം വരെ ഈ കുമ്പള വരുമ്പോഴത്തേനും നമ്മുടെ മേത്തോട്ട് തെറിക്കും. അന്നേരം ഒന്ന് സൂക്ഷിച്ചോണേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേണ്ടേ ആ മല്ലിയിലയും പുതിനയിലയും ഞാൻ അരച്ചങ്ങ് ചേർക്കുക. ഇങ്ങനെ അഥവാ എന്നെ പോലെ മറന്നു പോവുക എന്നുണ്ടെങ്കിൽ ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വാട്ടിയേച്ച് വേണം ചേർക്കാനായിട്ട്. അതായത് ഒന്ന് വഴന്ന് വന്നിട്ടേ അത് ചേർക്കാവുള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇത് പൂർണ്ണമായിട്ടും ഹൈദരാബാദി ആയിട്ട് ചെയ്യുന്നോ ചോദിച്ചാൽ അല്ല. ഞാൻ അതിനകത്ത് കുറച്ച് ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ക്യാരറ്റാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അതൊരു ഗ്രീൻ കളറായി മാറുകയില്ല. ഇനി ഇത് കുറച്ചൊന്നായി. ഇനി എനിക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് പൊടികളാണ്. ഈ പൊടികളാന്നേലും നമുക്ക് റോ ആയിട്ട് ഇടാൻ ഒക്കുകയില്ല. അതിനായാലും ഒരു ഇച്ചിരി വേവുണ്ട്. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഫ്രം മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂണോളം മതി, ഒരുപാട് മഞ്ഞ വേണ്ട. അത് കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ വെച്ചോ. ഇത് തീരെ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാനൊരു 3 ഇടുക. പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇടണം. കുറച്ച് കുരുമുളക്. ഇനിയുള്ളതാന്നു നമ്മുടെ ചിക്കൻ മസാല കുറച്ച്, അതൊരു 2 ടീസ്പൂൺ. അന്നേച്ച് ഈ ഗ്രേവിയിലോട്ട് ഇത് നല്ലതായിട്ടൊന്ന് ആക്കണം. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ചേർത്തേക്കുന്ന എണ്ണയോ ബട്ടറോ ഒരു ഇച്ചിരി കുറവാന്ന് തോന്നിക്കാൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു വഴിയാ. സെക്കൻഡ്ലി എന്താണെന്നറിയോ, നമുക്കിത് ഇങ്ങനെ ഈ എന്താ പറയുക വറ്റി വറ്റി വരുമ്പോൾ ഒരു ഡ്രൈനെസ് ഇതിനകത്ത് വരും. പക്ഷെ ഒരു ഓയിലി കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എണ്ണ ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് ബട്ടർ ചേർക്കുന്ന നല്ലത്. അതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റ് നല്ലതാ, ചേർക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല.
ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അതായത് ഗീയും ബട്ടറും ഇസ് സോ ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷം ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽസ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നതും അതിനെ അധികം ഉപയോഗിക്കരുത്. പക്ഷേ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ഭയങ്കര ആരോഗ്യം തരുന്നെന്നാണ് പറയുന്നത്. ഇപ്പം വേണ്ട നമ്മുടെ ഇതിനകത്തെ വെള്ളമെല്ലാം അങ്ങ് പറ്റി. ഇനി ആ കുമ്പളം അധികം വരികയില്ല. ഇനി നമ്മൾ ചേർത്തേക്കുന്ന എണ്ണ മാത്രം ഒന്ന് തെളിഞ്ഞു വന്നേച്ചാൽ മതി. ഓക്കെ, നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീം ഒരു പകുതി ചേർത്താൽ മതിയേ, പകുതി ഇരിക്കട്ടെ. ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞേച്ച് ഞാനൊരു അല്പം വെള്ളം ഒഴിക്കുക. ഇതുവരെ ഉപ്പ് ചേർത്തില്ല. ഇനി നമ്മുടെ ഈ മസാലയുടെ കംപ്ലീറ്റ് എന്താ പറയുക ആ ഫ്ലേവർ കംപ്ലീറ്റ് പനീർ പിടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നേരത്തെ പറഞ്ഞ പോലെ പനീർ വറുത്തിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇടാം, അല്ലെങ്കിൽ വറുത്തിട്ട് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് അതിനെ സോഫ്റ്റ് ആക്കി വെച്ച് ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെക്കുക. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ ചേർക്കേണ്ട മസാലാസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില നിറച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഇനി ആവശ്യമുള്ളവർ നമുക്ക് ഇഷ്ടം ആണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് കസൂരി മേത്തി ചേർക്കുക. കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് നോർത്ത് ഇന്ത്യൻ ആ ഫ്ലേവർ വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്. ഇതൊന്നെങ്കിൽ വറുത്ത് ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ ഗാർണിഷിങ് നമുക്ക് ഇടുകയും ചെയ്യാം. അതല്ല ഇനി നമുക്ക് ആ ഉള്ളിയുടെ കൂടെയൊക്കെ വഴറ്റി ഇതും കൂടെ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് വരുന്നത്. ഏതാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനം ഒന്നെങ്കിൽ പ്ലെയിൻ റൈസ് നല്ലതാ, അതായത് നമ്മുടെ ബാസ്മതി റൈസ് നല്ലതാ, അല്ലെന്നുണ്ടെങ്കിൽ കുൽച്ച നല്ലതാ, എന്താ പറയുക റുമാലി റൂട്ടി നല്ലതാ. ഇനി ഇതിന് പണി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അടുക്കള ഒതുക്കാനുണ്ട്, ക്വൈറ്റ് നാച്ചുറൽ. പിന്നെ അത് മാത്രമല്ല അടുക്കള ഒതുക്കിയാൽ നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പാവമായിട്ടൊരു കുട്ടിയാണ് വരാൻ പോകുന്നത്. പക്ഷേ ആനീസ് കിച്ചണിനകത്ത് ഭയങ്കര നിറവായിരിക്കും. എന്താ അറിയോ, അതും സംഗീതവുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചാണ്. അപ്പോൾ എന്താണെന്നറിയോ, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടം. എന്നോട് വർത്താനം പറയുമ്പോൾ എൻ്റെ സ്വരം പോലും ഭയങ്കര സ്വീറ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്നത്. വേറെ ആരുമല്ല, എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇഷ്ട ഗായിക മൃദുല വാര്യറാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്നത്. മൃദുല ഇതിൻ്റെ മുൻപത്തെ സീസണിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുമ്പോഴല്ലേ നമ്മുടെ വീട്ടിലെ ഒരു അംഗമായി മാറുക. അപ്പോഴല്ലേ നമുക്ക് ഒത്തിരി സന്തോഷം, അവരുടെ വിശേഷങ്ങൾ അറിയാം. പിന്നെ അവർക്ക് ഉള്ള എന്താ പറയുക അവരുടെ കൂടെ നിന്ന് അവരോടൊപ്പം അവരുടെ ഉയർച്ചയിലേക്ക് പങ്കുകൊള്ളുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് അടുക്കള വൃത്തിയായിട്ട് ഞാൻ മൃദുലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.